എടാ കോപ്പേ, എടാ കോക്കല്ല കോപ്പേ, ടോണിക്കുട്ട എണീക്കണ ഇതിന്റെ അവസാനമാണ്. എടാ പരമനാറി, എടാ വ്ളോഗർ പട്ടി, എടാ വ്ളോഗർ പട്ടി, ഈ പട്ടി, ഈ വ്ളോഗർ പട്ടി നായ. എന്റെ പൊന്നടി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചേക്കും? നിനക്ക് 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിനക്ക് കൂടുതലാണ് കേട്ടാ അശ്വന്ത് കോക്കെ. 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന്? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, നമസ്കാരം, എന്റെ പേര് സുജിത് എസ് നായർ. ഞാൻ അങ്കമട്ടഹാസം എന്ന സിനിമയുടെ സംവിധായകനാണ്. ഇതെല്ലാം കണ്ടു തീർത്ത അവസ്ഥ എനിക്കറിയാം, ഉണ്ണിക്കറിയാം, ഇത് കണ്ട തിരുവനന്തപുരം അറിയാം. ഈ അശ്വന്ത് കോക്ക് എന്ന പരമനാറിയുടെ ഒറ്റ റിവ്യൂ കൊണ്ട് എന്റെ ജീവിതവും താറുമാറായത്. ആദ്യം അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാലോ, ഊമ്പിക്കോ ഊഞ്ഞാലാടരുതെന്ന്. എന്തൊരു പൊളിച്ചതറിയാടോ. ശരിക്കും പ്രൊഡ്യൂസേഴ്സിന്റെ അത് ഊമ്പണതും ഊഞ്ഞാലാടുന്നതും നീയല്ലേ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. നീയല്ലേടാ പട്ടി, ഊമ്പണതും ഊഞ്ഞാലാടുന്നതും എല്ലാം. നീ അവരെ ഊഞ്ഞാലാടി ഊമ്പിയല്ലേ നീ ജീവിക്കണത്. മഴക്കാലത്ത് മണ്ണിരെ ഒന്ന് കൊഴുത്തെന്ന് കരുതി ഈ മൂർഖം പാമ്പിന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കരുതേ. പടം ഒരു സ്ക്രിപ്റ്റായി ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ആവുമ്പോഴത്തേക്ക് നിന്നെ കൊണ്ട് അപ്രൂവൽ എടുക്കണം. വ്ളോഗർ പട്ടി, നിന്നെ കൊണ്ട് അപ്രൂവൽ എടുക്കണോടാ. നീ പറഞ്ഞ സിനിമ പട്ടികളുടെ പട്ടിത്തീട്ടം കൊണ്ടല്ലേ നീ പൈസ ഉണ്ടാക്കണത്, അതുകൊണ്ടല്ലേ നീ അരി വാങ്ങണത്. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ചെറിയൊരു വേഷം വാങ്ങിച്ച് നീ അഭിനയിച്ചിട്ട് നീ മാധവ് സുരേഷിന്റെ അതിന്റെ ഒരു പടി ഒരു ജസ്റ്റ് എങ്കിലും മേളില് നീ അഭിനയിച്ച് കാണിരടാ വ്ളോഗർ പട്ടി പട്ടി. പാപ്പനെന്തൊന്നും ഉണ്ടാത്തത് ഞാൻ വളിക്ക് വിളി കേൾക്കാറില്ല.